നമസ്കാരം. ഭാസ്കര കാരണവർ വധക്കേസിൽ മുഖ്യപ്രതിയായ ഷെറിന്റെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയത് 2018-ലാണ്. ജീവപര്യന്തം ശിക്ഷിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. 2009 നവംബർ 7-നാണ് കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. അമേരിക്കയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. മരുമകളായ ഷെറിനായിരുന്നു കേസിലെ മുഖ്യപ്രതി. ആഡംബര ജീവിതത്തിനായി സ്വത്ത് തട്ടാൻ ആസൂത്രിത കൊലപാതകം നടത്തിയ ഷെറിൻ ജയിലിൽ നയിച്ചത് ആഡംബര ജീവിതമാണ്. 14 കൊല്ലം ശിക്ഷ പൂർത്തിയാക്കി എന്ന ന്യായത്തിൽ ജീവപര്യന്തം ഒഴിവാക്കുന്ന ഷെറിന്റെ ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെയാകാനാണ് സാധ്യത. അത്രയേറെ സൗഹൃദ കരുത്ത് ജയിൽ ജീവിതത്തിനിടെ ഷെറിൻ നേടിയിട്ടുണ്ട്. കാരണവർ കൊലക്കേസിൽ ഷെറിന് പുറമെ ബാസിദ് അലി, നിതിൻ എന്ന ഉണ്ണി, ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ ഷെറിൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും കാമുകനോടൊപ്പം ചേർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നും ഇക്കാര്യം ഷെറിൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഷെറിന് ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചത്. 2010 ജൂൺ 11-നാണ് കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത്. 2010 ജൂൺ 11-ന് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. പിന്നീട് ശിക്ഷാവിധി ഹൈക്കോടതിയും ശരിവെച്ചു. തുടർന്നായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. അത് വെറുതെ ആയപ്പോൾ 14 വർഷമാകാൻ ഷെറിൻ കാത്തിരുന്നു. കൃത്യം 14 വർഷമായപ്പോൾ ശിക്ഷാ ഇളവിന് കത്ത് നൽകി. ആദ്യ അപേക്ഷ തന്നെ അംഗീകരിക്കേണ്ടി വന്നു. 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഷെറിൻ പുറത്തിറങ്ങും. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയിലേക്ക് പോലും ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്തിയിരുന്നു. എന്നിട്ടും സർക്കാർ ഷെറിന്റെ മോചനത്തിൽ അനുകൂല നിലപാടുമായി മുമ്പോട്ട് പോയി. ഗവർണർ ഫയലിൽ ഒപ്പിടും വരെ ആരുമൊന്നും അറിയാതെ നോക്കാനും ഈ ഘട്ടത്തിൽ സർക്കാരിനായി. 2009 നവംബർ 9-നാണ് ഭാസ്കര കാരണവർ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെടുന്നത്. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ കേസ് അന്വേഷിച്ച പോലീസ് അടുത്ത ബന്ധുക്കളുടെ സഹായം കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അമേരിക്കയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന കാരണവർ വിശ്രമ ജീവിതത്തിനായിട്ടാണ് കുടുംബ ഓഹരി കിട്ടിയ വസ്തുവിൽ വീട് വെച്ചത്. ഇളയ മകൻ ബിനു, മരുമകൾ ഷെറിൻ എന്നിവരോടൊപ്പമായിരുന്നു താമസം. ഷെറിന്റെ അവിഹിത ബന്ധങ്ങളാണ് കൊലപാതകത്തിന് കാരണമായത്. കൊലപാതകത്തിന് ശേഷം ഇവിടെ ആരും താമസിച്ചിരുന്നില്ല. വീടിനോടൊപ്പമുള്ള ഔട്ട് ഹൗസ് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊലക്കേസിൽ കാരണവരുടെ മരുമകളായ ഷെറിൻ കോട്ടയം കുറിച്ചി സജീവോത്തമപുരം കോളനിയിൽ കാലായിൽ വീട്ടിൽ ബിബീഷ് ബാബു എന്ന ബാസിദ് അലി, എറണാകുളം കളമശ്ശേരി ബിനാമിപുരം കുറ്റിക്കാട്ടുകര നിതിൻ നിലയത്തിൽ ഉണ്ണി എന്ന നിതിൻ, എറണാകുളം ഏലൂർ പാതാളം പാലത്തെങ്കൽ വീട്ടിൽ ഷാനു റഷീദ് എന്നിവരായിരുന്നു പ്രതികളെല്ലാം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്. ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിനാണ് ഷെറിൻ പിടിയിലാകുന്നത്. ഷെറിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതികൾ പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയത്. കാരണവരുടെ സ്വത്തുക്കൾ ഷെറിന്റെയും ഭർത്താവിൻ്റെയും പേരിൽ എഴുതി വെക്കാത്തതിലുള്ള പ്രതികാരമായിരുന്നു ഇത്. ഷെറിന് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കാരണവർ സ്വത്തുക്കൾ നൽകുന്നതിൽ നിന്ന് പിന്മാറിയത്. മകൻ ബിനു, മരുമകൾ ഷെറിൻ, കൊച്ചുമകൾ ഐശ്വര്യ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദ് ചെയ്തതിനെ തുടർന്ന് മരുമകൾ ഷെറിൻ കാമുകനുമായി ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തുകയായിരുന്നു. അമേരിക്കയിൽ നിന്നെത്തി നാട്ടിൽ വിശ്രമജീവിതം നയിച്ചിരുന്ന ഭാസ്കർ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മരണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കാരണവരുടെ മകൻ ബിനു പീറ്ററുടെ ഭാര്യ ഷെറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിർധന കുടുംബത്തിലെ അംഗമായ ഷെറിനെ ഭാസ്കർ കാരണവർ മരുമകളാക്കിയത് ബുദ്ധിമാന്ദ്യമുള്ള മകനെ ശുശ്രൂഷിക്കുമെന്നോർത്താണ്. 2001 വിവാഹത്തെ തുടർന്ന് ഷെറിനെയും ബിനുവിനെയും കാരണവർ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയെങ്കിലും മരുമകളുടെ സ്വഭാവ ദൂഷ്യം കാരണം കൊലപാതകം നടക്കുന്നതിന് 3 വർഷം മുമ്പ് നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു.